ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2024 റിലീസ് ചെയ്ത ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ടെമറൂൺ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഗായത്രി എന്നൊരു പെൺകുട്ടി ആരെയോ ഭയന്ന് കാട്ടിലൂടെ ഓടുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഗായത്രിയുടെ ഉള്ളം കൈയില് ആരോ കത്തി കൊണ്ട് മുറിച്ചിട്ടുണ്ട്. ആ മുറിവ് കൈകൊണ്ട് പൊത്തിപ്പിടിച്ച് കാടിനുള്ളിലൂടെ ഓടി ഓടി അവസാനം ഒരു വീടിനകത്തേക്ക് ഓടിക്കേറി ഡോറ് അകത്തു നിന്ന് ലോക്ക് ചെയ്യാണ്. എന്നാൽ അടുത്ത നിമിഷം തന്നെ ഡോറിൽ ആരോ പടപടയെന്ന് തട്ടാൻ തുടങ്ങി. പുറത്തുനിന്ന് ഒരു സ്ത്രീ സംസാരിക്കുന്നത് കേൾക്കാം. ഗായത്രി, നീ ഈ ഡോറ് തുറക്ക്. ആകെ പേടിച്ചു പോയി അവള് പെട്ടെന്ന് തന്നെ ബെഡിന് താഴെ ഒളിച്ചിരുന്നു. അപ്പോഴേക്കും വെള്ള വസ്ത്രം ധരിച്ച ആ സ്ത്രീ ഡോറൊക്കെ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് വന്ന് ആ പെൺകുട്ടിയെ തെരയുന്നുണ്ട്. അവരാ മുറി മുഴുവനും ഗായത്രിയെ തെരഞ്ഞ് കാണാതായപ്പോ ആ സ്ത്രീ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവള് പിന്നെ ഒന്നും തന്നെ ചിന്തിക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ ബെഡിനടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. നോക്കുമ്പോതേ ഒരു സാത്താന്റെ കൈ വന്ന് ഗായത്രിയുടെ തലയിൽ തൊടുന്നുണ്ട്. അതവളോട് പറയുന്നുണ്ട്, എന്റെ അടുത്തേക്ക് വാ. അടുത്ത നിമിഷം തന്നെ ആ സാത്താൻ ഗായത്രിയെ പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് കാടിനുള്ളിലേക്ക് പോകുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇവിടെയാണ് ഈ ചിത്രത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്, ടെമറൂൺ. അങ്ങനെ ഈ സംഭവങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോ മുഖം കാണിക്കാത്ത ഒരു സ്ത്രീയും അങ്കോങ് എന്നൊരാളും ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഈ അങ്കോങ് എന്ന് പറയുന്നത് നമ്മൾ ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട ഗായത്രി എന്ന പെൺകുട്ടിയുടെ മകനാണ്. ഇപ്പോ ഈ എതിർദിശയിലിരുന്ന് ചെസ് കളിക്കുന്നത് ആരാന്ന് ഇപ്പൊ നമ്മളെ കാണിക്കുന്നില്ല കേട്ടോ. ആ സ്ത്രീ വളരെ അഹങ്കാരത്തോടെ അങ്കോങ്ങിനോട് പറയുന്നുണ്ട്, നിന്റെ അമ്മ അവര് ചെയ്യേണ്ട കടമകളെല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു, സമയം കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അതിനെ അങ്കോങ് പറയും, ഇല്ല സമയം കഴിഞ്ഞിട്ടില്ല, അവർക്ക് മരിക്കാൻ സമയമായിട്ടില്ല, അവരോട് കാത്തിരിക്കാൻ പറയൂ. ഇത് കേട്ടതോടെ ആ സംസാരിച്ചുകൊണ്ടിരുന്ന സ്ത്രീയുടെ സ്വരം മാറാൻ തുടങ്ങി. എത്ര നാള് കാത്തിരിക്കണം? ഇപ്പൊ തന്നെ 20 വർഷം കഴിഞ്ഞു. നമുക്ക് വേഗം തന്നെ ഇത് കൈമാറ്റം ചെയ്തേ പറ്റൂ. അങ്കുങ് ഇതൊക്കെ കേട്ട് എന്ത് ചെയ്യണം എന്ത് പറയണോന്നറിയാതെ പകച്ചിരിക്കുന്നുണ്ട്. അടുത്ത സീനില് നമ്മുടെ കഥാനായിക ദേവിയുടെ സുഖമില്ലാത്ത അമ്മയെയാണ് നമ്മളെ കാണിക്കുന്നത്. ദേവിയുടെ അമ്മ ആകെ പേടിച്ച് വിറച്ച് എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേകതരം ഇല കൊണ്ട് ആമ്യുലറ്റ് ഒക്കെ ഉണ്ടാക്കി അത് മകളുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ദേവിയുടെ അമ്മ മെന്റലി സ്റ്റേബിൾ അല്ല, മാനസികമായ ചില പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും തന്റെ മക്കളെ ആരെങ്കിലും കൊല്ലോ പിടിച്ചോണ്ടു പോവോ എന്നൊക്കെ ചിന്തിച്ചു കൂട്ടി മനസ്സിന്റെ താളം തെറ്റിയതാണ്. ദേവിക്ക് ഒരു ചേട്ടനുണ്ട്, സേന. ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. നമ്മുടെ ദേവിയാണെങ്കിൽ ഒരു നെറ്റ്വർക്ക് ടെക്നീഷ്യൻ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അമ്മയാണെങ്കിൽ മകനെ കാണാതെ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. സേന, എന്റെ മോനെവിടെ? അമ്മയ്ക്ക് എപ്പോഴും തന്റെ മക്കളെ കണ്ടോണ്ടിരിക്കണം. അവള് എന്തൊക്കെയോ പറഞ്ഞ് അമ്മയെ സമാധാനപ്പെടുത്തി. എന്നിട്ട് വേഗം തന്നെ ചേട്ടനെ ഫോൺ ചെയ്യുന്നുണ്ട്. സമയം എത്രയായി? സേന, നീ എന്താ വീട്ടിലേക്ക് വരാത്തെ? അമ്മ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുക. എന്നാ സേനയാണെങ്കിൽ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ജോലിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവിയോട് ചൂടായി. സേന നമ്മുടെ ദേവിയെ പോലെയല്ല, അവന് അമ്മയോട് സ്നേഹമുണ്ട്, എന്നാ അത് അമ്മയോട് കാണിക്കാറേയില്ല. അമ്മയോടൊപ്പം അധികം സമയം സ്പെൻഡ് ചെയ്യാറില്ല. സുഖമില്ലാത്ത അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ദേവിയാണ്. ദേവി അങ്ങനെ ഫോണില് ചേട്ടനോട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴാണ് അമ്മ വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു ബോൺസായി ചെടി എടുത്തോണ്ട് വീടിനകത്തേക്ക് വരുന്നത്. പുള്ളിക്കാരി പേടിച്ച് വിറച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ദേവി പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് ആ സ്ത്രീയെ സമാധാനപ്പെടുത്തി. എന്ത് പറ്റി? എന്തിനാ ഇപ്പൊ ഈ ചെടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതിന് അമ്മ പറയുന്നത്, ആരും ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ തമ്മിൽ അകറ്റാൻ, എന്റെ മക്കളെ പിടിച്ചോണ്ട് പോവാൻ. ദേവി എന്തൊക്കെ പറഞ്ഞു നോക്കിയിട്ടും അമ്മ അതൊന്നും തന്നെ കേൾക്കുന്നില്ല. എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറഞ്ഞോണ്ടിരുന്നു. ഇതേ സമയം സേന ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. സേന ആ രാഷ്ട്രീയക്കാരന്റെ ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ഈ സ്ത്രീയാണെങ്കിൽ സേനയെ ഭീഷണിപ്പെടുത്തി വളരെ വൃത്തിയേട്ട രീതിയിൽ സേനയെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സേന ആ സ്ത്രീക്ക് വഴങ്ങി കൊടുത്തില്ലെങ്കിൽ അവന് ഈ ജോലി പോവും. അന്ന് പാതിരാത്രി അമ്മയുടെ കരച്ചിൽ കേട്ടാണ് ദേവി ഉറക്കത്തിൽ നിന്ന് എണീറ്റത്. നോക്കുമ്പോ തന്റെ തൊട്ടടുത്ത് ഉറങ്ങിക്കിടന്നിരുന്ന അമ്മയെ കാണാനില്ല. എന്നാ വീടിനുള്ളിൽ നിന്ന് അമ്മ കരയുന്ന ശബ്ദം കേൾക്കാം. അവള് അമ്മയെ തെരഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അപ്പോ നമുക്ക് കാണാം ദേവിക്ക് പിന്നില് അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേതം കയറിയതുപോലെ നടന്നു പോകുന്നുണ്ട്. ദേവിയാണെങ്കിൽ അത് കാണുന്നുമില്ല. എന്നാ പെട്ടെന്നാണ് അമ്മ അവളുടെ തൊട്ടടുത്തേക്ക് പാഞ്ഞു വന്ന് പേടിപ്പിക്കുന്നത്. ദേവി ശരിക്ക് പേടിക്കുന്നുണ്ട്. അമ്മ ഈ നേരത്ത് ഇവിടെ എന്ത് ചെയ്യാണ്? ദേവിയുടെ അമ്മ മുഴുവൻ സമയം ഈ ജൂജുബെ എന്ന ചെടിയുടെ ഇല തിന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് ദേവി
അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നത് നമുക്ക് രക്ഷപ്പെടാൻ ഈ ഇല മാത്രമേ ഒരു മാർഗമുള്ളൂ. ഇത് കേട്ട് ഒന്നും തന്നെ മനസ്സിലാവാതെ ദേവി തൽക്കാലത്തേക്ക് അമ്മയെ സമാധാനപ്പെടുത്തി. ദേ നോക്കിക്കേ, ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞു തീർന്നതും അമ്മ ആ ഇരുട്ടിലെ എന്തിനെയോ കണ്ട് വല്ലാതെ പേടിക്കുന്നുണ്ട്. അത് അമ്മ മാത്രമേ കാണുന്നുള്ളൂ, ദേവിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഒരു വിധത്തില് അമ്മയെ സമാധാനിപ്പിച്ച് ദേവി അമ്മയെ ഉറക്കിക്കിടത്തി. അങ്ങനെ പാതിരാത്രിക്കാണ് ജോലിയൊക്കെ കഴിഞ്ഞ് സേന വീട്ടിലേക്ക് വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ചേട്ടനും അനിയത്തിയും തമ്മില് ഒന്നും രണ്ടും പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അമ്മയെ ഫുൾ ടൈം നോക്കുന്നത് ദേവി തനിച്ചാണ്. ജോലി കഴിഞ്ഞ അവള് നേരെ വീട്ടിലേക്ക് വരും. സേന ഒരു നിമിഷം പോലും അമ്മയുടെ അടുത്ത് ഇരിക്കാറില്ല, അമ്മയുടെ ഒരു കാര്യങ്ങളും നോക്കാറില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സഹായത്തിനായിട്ട് ആരും തന്നെ ഇല്ല. അതുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ടി ചേട്ടനൊരു മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തത് ദേവിയാണ്. എന്നാ ഇതൊക്കെ കേട്ടോണ്ട് നിന്നിരുന്ന സേനയാണെങ്കില് അനിയത്തിയെ പരിഹസിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്നാ ശരി, നീ അമ്മയെ എണീപ്പിക്ക്, ഞാൻ നോക്കിക്കോളാം. ഇതും പറഞ്ഞ് അവൻ ദേവിയുടെ കയ്യിൽ നിന്ന് അവരുടെ മോട്ടോർ സൈക്കിളിന്റെ ചാവി പിടിച്ചു വാങ്ങുന്നുണ്ട്. കാരണം അതിന്റെ പണം ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല. ബൈക്ക് എപ്പോ വേണമെങ്കിലും അവര് പൊക്കിക്കൊണ്ടുപോകും. അടുത്ത ദിവസം ജില്ലാ ഓഫീസിലെ ഇന്റർനെറ്റ് കണക്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ദേവി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് പറയും, സോറി, ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കാൻ വേണ്ടി സാറ് മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞു, അവർക്ക് ഇപ്പോ ദേവിയുടെ ഹെൽപ്പ് ആവശ്യമില്ല എന്ന് പറയും. ഇവരിതെന്താ ഇപ്പൊ ഈ രീതിയിൽ സംസാരിക്കുന്നതെന്നറിയാതെ ദേവി ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന നേരത്താണ് ദേവിയുടെ ചേട്ടന്റെ ഒരു സുഹൃത്തിനെ കാണുന്നത്. സേന ജോലി ചെയ്യുന്ന അതേ രാഷ്ട്രീയക്കാരന് വേണ്ടിയാണ് ഇയാളും ജോലി ചെയ്യുന്നത്. ആ രാഷ്ട്രീയക്കാരനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല അയാൾ പറയുന്നത്. മാത്രമല്ല ദേവിയുടെ ചേട്ടനും അത്ര ഡീസന്റ് ഒന്നുമല്ല എന്ന രീതിയിൽ തന്നെയാണ് സുഹൃത്ത് അവളോട് സംസാരിക്കുന്നത്. എന്നാലും അയാള് ഒന്നും തന്നെ വ്യക്തമായിട്ട് പറയുന്നില്ല. ഇത് കേട്ടുനിന്ന ദേവിക്കാണെങ്കിൽ ഒന്നും തന്നെ മനസ്സിലായില്ല. തന്റെ ചേട്ടനെ കുറിച്ചാണ് ഒരാൾ ഇത്ര മോശമായിട്ട് സംസാരിച്ചത്. അന്ന് രാത്രി ദേവിയും അമ്മയും ഉറങ്ങുന്ന സമയത്ത് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് അവള് ജനാലയിലേക്ക് നോക്കുമ്പോ പുറത്ത് ആരുടെയോ നിഴല് കാണാം. സേന ഇതുവരെ ജോലി കഴിഞ്ഞു വന്നിട്ടില്ല. ഇനി ചേട്ടനാണോ? അവളത് ചിന്തിക്കുന്നതിന് മുൻപ് ഡോറിലാരോ വളരെ ശക്തിയായിട്ട് തട്ടാൻ തുടങ്ങി. എന്തായാലും അത് സേനയല്ല. അവളത് ആരാന്നറിയാനായിട്ട് പതിയെ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്നാണ് ഇരുട്ടത്ത് മറഞ്ഞു നിന്നിരുന്ന രണ്ട് മുഖംമൂടിക്കാര് അവളെ പിടികൂടുന്നത്. അവര് വന്നിരിക്കുന്നത് ദേവിയുടെ ചേട്ടനെ തെരഞ്ഞാണ്. അവര് ദേവിയുടെ കൈയും കാലുകളൊക്കെ കെട്ടി ഒരു കസേരയിൽ കെട്ടിയിട്ടു. പറ, നിന്റെ ചേട്ടൻ എവിടെ? അവള് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഇവരൊക്കെ ആരാ, എന്തിനാ സേനയെ തെരയുന്നത്? ഇതൊന്നും തന്നെ അവര് ദേവിയോട് പറയുന്നില്ല. നിന്റെ ചേട്ടൻ ഒരു തെറ്റ് ചെയ്തു, അവൻ എന്തായാലും ശിക്ഷ കിട്ടും, അത് മാത്രമാണ് അവര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. സംഭവം ആ രാഷ്ട്രീയക്കാരന്റെ വൈഫും സേനയും തമ്മിലുള്ള ബന്ധം അയാൾ കണ്ടെത്തി. ഇതറിഞ്ഞ രാഷ്ട്രീയക്കാരൻ അവനെ തട്ടാനായിട്ടാണ് ഗുണ്ടകളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഈ സമയത്ത് ആ രാഷ്ട്രീയക്കാരൻ അവരെ ഫോൺ ചെയ്യുന്നുണ്ട്, സേനയെ അവരെ പിടികൂടിയോ കൊന്നോ എന്നൊക്കെ അറിയാനായിട്ട്. ഈ സമയത്താണ് തന്റെ മകളുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ഓടി വന്ന ദേവിയുടെ അമ്മ ഒരു ഗ്ലാസ് ബോട്ടിലെടുത്ത് അവരെ ആക്രമിക്കുന്നത്. സത്യം പറഞ്ഞ പിന്നീട് അങ്ങോട്ടുള്ള സീനില് അവരെ അമ്മയെ അത്രയ്ക്ക് ഉപദ്രവിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ആ മുഖംമൂടിക്കാരൻ അമ്മയെ അടിച്ച് ബോധം കെടുത്തി നിലത്തുകൂടി വലിച്ചഴിച്ചുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അതിക്രൂരമായി തന്നെ ആ സ്ത്രീയെ കൊലപ്പെടുത്തി. അതേസമയം തന്നെ മറ്റൊരു മുഖംമൂടിക്കാരൻ ദേവിയെ പിടികൂടി. അവള് പേടികൊണ്ട് കണ്ണടച്ച് പിടിക്കാതിരിക്കാൻ പരമാവധി ദേവിയുടെ കണ്ണ് തുറന്നു പിടിക്കുന്നുണ്ട്. കാരണം അമ്മ മരിക്കുന്നത് അവള് കാണണം. മരണം വരെ ആ ഒരു കാഴ്ച ദേവി മറക്കരുത്. ഇതാണ് ദേവിക്കുള്ള ശിക്ഷ. അങ്ങനെ ദേവിയുടെ അമ്മയുടെ ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള കൊലപാതകം മാധ്യമങ്ങൾ വഴി ആകെ സ്പ്രെഡായി. ഇപ്പോ ചിത്രത്തിന്റെ തുടക്കത്തിൽ കണ്ട ഗായത്രിയുടെ മകൻ അങ്കും ഈ ഒരു വാർത്ത കണ്ട് ആകെ സങ്കടപ്പെടുന്നുണ്ട്. മറുവശത്ത് പോലീസിന്റെ ചോദ്യം ചെയ്യലും ആളും ബഹളമൊക്കെ കഴിഞ്ഞ് ദേവി ആ വീടിനകത്ത് തകർന്നിരിക്കുകയാണ്. സേനയ്ക്ക് അവളോട് എന്ത് പറയണം, എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല. എന്നാലും അമ്മ മരണപ്പെട്ടതില് സേനയ്ക്ക് യാതൊരു കുറ്റബോധവുമില്ല. ആ ശല്യം അങ്ങ് പോയല്ലോ എന്ന മട്ടിലാണ്. അത് കാണുമ്പോഴാണ് ദേവിക്ക് കൂടുതൽ സങ്കടം. സേന, സത്യം പറ, നീ എന്താ ചെയ്തത്? ആ കൊലയാളികള് ഈ വീടിനകത്തേക്ക് കയറിയത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ തെറ്റിന് വേണ്ടി അവര് നമ്മുടെ അമ്മയാണ് കൊന്നത്. മറ്റാരെങ്കിലും പറഞ്ഞറിയുന്നതിന് മുൻപ് നീ തന്നെ സത്യം പറ. എന്തൊക്കെ പറഞ്ഞിട്ടും സേന താൻ ചെയ്ത തെറ്റ് ഏറ്റു പറയാൻ തയ്യാറല്ല. അതിന് അവനൊരു കുറ്റബോധവുമില്ല. അമ്മയുടെ മരണശേഷം ദേവി മാനസികമായി ആകെ തകർന്നിരിക്കുകയാണ്. ആരെ വിശ്വസിക്കണം, ആര് പറയുന്നത് കേൾക്കണം എന്നൊന്നും ദേവിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല.
മാത്രമല്ല ആ വീടിനകത്ത് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് അമ്മയുടെ പ്രേതത്തെ കാണാം. ചിലപ്പോഴൊക്കെ അമ്മ സംസാരിക്കുന്ന ശബ്ദങ്ങളും കേൾക്കാം. ദേവി തന്റെ മനസ്സിന്റെ താളം തെറ്റിയ ഒരു അവസ്ഥയിലാണ്. അതിലേറെ അവൾക്ക് ചേട്ടനോട് നല്ല ദേഷ്യമുണ്ട്. അന്ന് രാത്രി ദേവി അമ്മയുടെ മുറിയിലേക്ക് ചെന്ന് അമ്മയുടെ ഓർമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വാക്ക്മാൻ കാണുന്നത്. അതിലെ പാട്ട് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവള് കുറച്ചു നേരം ആ മുറിയിൽ സ്പെൻഡ് ചെയ്ത് ലൈറ്റ്സ് ഒക്കെ ഓഫാക്കി മുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ദേവി ആ ഒരു കാഴ്ച കാണുന്നത്. ആ ബെഡില് തന്റെ അമ്മ ഇരിക്കുന്നുണ്ട്. ദേവിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല, ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞ് അവള് ലൈറ്റ് ഓൺ ആക്കിയതും അമ്മ അവിടെ നിന്ന് മറഞ്ഞുപോയി. ഇപ്പോ ആ ബെഡിൽ ആരെയും കാണാനില്ല. ഇപ്പോ കുറച്ചു ദിവസങ്ങളായി ദേവിയുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. തനിക്ക് അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു കുറ്റബോധം അവളെ വല്ലാതെ അലട്ടുന്നുണ്ട്. അടുത്ത ദിവസം സേന മറ്റൊരു ജോലി കണ്ടെത്താനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് പണം കൊടുക്കാത്തതുകൊണ്ട് ഇൻസ്റ്റാൾമെന്റുകാര് ബൈക്ക് അങ്ങ് പൊക്കിക്കൊണ്ടുപോയി. അങ്ങനെ ഉള്ള ജോലിയും പോയി വണ്ടിയും പോയി എന്ന് പറഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ തലയ്ക്ക് കൈ വെച്ച് നിൽക്കുന്ന നേരത്താണ് ഒരു കാർ അങ്ങോട്ട് വരുന്നത്. അത് മറ്റാരുമല്ല, ഗായത്രിയുടെ മകൻ അങ്കുങ്ങാണ്. ദേവിയുടെയും സേനയുടെയും അച്ഛനാണ്. അങ്കുങ്ങിനെ കണ്ട് സേനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുൻപ് അയാള് തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചതാണ്. അന്ന് സേനയ്ക്ക് 7 വയസ്സായിരുന്നു. ദേവിയാണെങ്കില് അന്നൊരു കൈക്കുഞ്ഞായിരുന്നു. ദേവി ആദ്യമായിട്ടാണ് തന്റെ അച്ഛനെ നേരിട്ട് കാണുന്നത്. അവൾ ആ ദേഷ്യത്തോടെ തന്നെ അയാളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞങ്ങളെ കാണാൻ വരാനായിട്ട് അമ്മ മരിക്കുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു അല്ലെ? അത് കേട്ട് ആകെ തകർന്നു പോയ ഡാഡി അവരോട് മാപ്പ് പറയുന്നുണ്ട്. ഞാൻ ചെയ്തത് തെറ്റാണ്. നിങ്ങളെ ഉപേക്ഷിച്ച് പോവാൻ പാടില്ലായിരുന്നു. ഇപ്പോ ഞാൻ വന്നത് എന്റെ മക്കളെ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോവാനാണ്. ദേവിക്കാണെങ്കിൽ അയാൾ പറയുന്ന ഈ കാര്യങ്ങള് കേൾക്കാനോ ഉൾക്കൊള്ളാനോ പെട്ടെന്ന് കഴിഞ്ഞില്ല. ദേവിയുടെ അമ്മ 2 മക്കളെയും എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്. എന്നാ സേന അനിയത്തിയെ വഴക്ക് പറയുന്നുണ്ട്. നീ എന്തിനാ അദ്ദേഹത്തിനോട് ചൂടാവുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ നമുക്ക് തനിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമെന്ന്? ഇവരോട് 2 പേരോടും എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ലാന്ന് തിരിച്ചറിഞ്ഞ ദേവി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് എണീറ്റ് പോയി. ദേവി പോയ ഉടനെ തന്നെ സേന അച്ഛനോട് ചോദിക്കും, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സേന തന്റെ 7 വയസ്സ് വരെ അത്രയും രാജകീയമായിട്ടാണ് ആ വീട്ടിൽ വളർന്നത്. പെട്ടെന്നൊരു ദിവസം അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയി. അപ്പോ ഡാഡി പറയും, ഞാൻ ഇപ്പോ വന്നത് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാനാണ്. കാരണം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റൂ. അതെന്ത് പ്രശ്നമാണെന്ന് അയാൾ പറയുന്നില്ല. ഇത് പറഞ്ഞ് ഡാഡി ആകെ ദേഷ്യത്തോടെ തന്റെ ഭാര്യയെ കൊന്നത് ആരാന്ന് മകനോട് ചോദിക്കുന്നുണ്ട്. ഇവനും എന്ത് പറയണോന്നറിയാതെ പകച്ചിരിക്കുക. ഒരു തരത്തിൽ അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ സേന തന്നെയാണ്. അന്ന് രാത്രി ടാപ്പ് തുറന്ന് വെള്ളം പോകുന്ന ശബ്ദം കേട്ടാണ് ദേവി ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അവള് കിച്ചണിലേക്ക് ചെന്ന് പൈപ്പ് ഓഫാക്കി തിരിഞ്ഞു നടക്കുമ്പോ തൊട്ടടുത്തുണ്ടായിരുന്ന ബാത്റൂമിൽ നിന്നും ടാപ്പ് തുറന്ന് വെള്ളം പോകാൻ തുടങ്ങി. പേടിച്ച് വരച്ച് അവള് പതിയെ ചെന്ന് ഡോറ് തുറന്നു നോക്കി. അവൾക്ക് ആ ബാത്റൂമിലേക്ക് പോവാൻ ഇപ്പൊ പേടിയാണ്. ആ ഡോറ് തുറന്നു നോക്കുമ്പോ ടബ് നിറയെ ബ്ലഡ് ആയിരുന്നു. ഇത് കണ്ട് ആകെ പേടിച്ചു പോയ ദേവി എന്ത് ചെയ്യണോന്നറിയാതെ വേഗം ഓടി ചെന്ന് ടാപ്പ് ഓഫാക്കി. എന്നാ അപ്പൊ തന്നെ ടബേന്ന് പറഞ്ഞ് ബാത്റൂമിന്റെ ഡോറ് ലോക്കായി. അവൾക്ക് ആ ബാത്റൂമിനുള്ളില് ആരുടെയോ കരച്ചില് കേൾക്കാം. മരണവേദനയില് അമ്മ കരയുന്ന ശബ്ദങ്ങൾ കേട്ട് അവള് തിരിഞ്ഞു നോക്കുമ്പോ അമ്മ രക്തത്തിൽ കുളിച്ച് ബാത്ത് ടബിൽ ഇരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. ഈ കണ്ടത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. അപ്പോഴേക്കും ദേവിയുടെ കരച്ചിൽ കേട്ട് സേന മുറിയിലേക്ക് ഓടിയെത്തി. ഞാൻ അമ്മയെ കണ്ടു, അമ്മ എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ദേവി കരയുന്നുണ്ട്. അവൻ എങ്ങനെയൊക്കെയോ ദേവിയെ സമാധാനപ്പെടുത്തി. എനിക്കറിയാം നിനക്ക് അച്ഛനോട് അത്രയ്ക്കും വെറുപ്പാണ്. ഈ ഒരു അവസ്ഥയില് നമുക്ക് കുറച്ചുനാള് ഇവിടെ നിന്ന് മാറി നിൽക്കാം. അച്ഛനോടൊപ്പം പോവാം. ഇവിടെ നിൽക്കുമ്പോ അമ്മയുടെ ഓർമ്മകള് നിന്നെ വേദനിപ്പിക്കുകയുള്ളൂ. ഇത് കേട്ടതോടെ ദേവിക്ക് വല്ലാതെ ദേഷ്യം വന്നു. ചേട്ടനെ വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സേനയും ദേവിയും അച്ഛന്റെ കൂടെ സേന ജനിച്ചു വളർന്ന ആ വീട്ടിലേക്ക് പോവാണ്. അവരങ്ങനെ ആ ഗ്രാമത്തിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ആൾക്കൂട്ടം കാണാം. എന്താണെന്നറിയാനായിട്ട് സേന കാറിന് പുറത്തേക്ക് നോക്കുമ്പോ 2 മുഖംമൂടിക്കാരെ ഒരു മരത്തിന്റെ മുകളില് കൊലപ്പെടുത്തി കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ ഞെട്ടിത്തിരിഞ്ഞ അച്ഛനെ നോക്കി. അതെ, തന്റെ ഭാര്യയെ കൊന്നവരെ തീർത്തത് അത് ഡാഡി തന്നെയാണ്. എന്നാ ഇക്കാര്യങ്ങളൊന്നും പിറകിലിരിക്കുന്ന ദേവിക്ക് അറിയില്ല കേട്ടോ. അന്ന് രാത്രിയോടെയാണ് അങ്കും തന്റെ മക്കളെയും കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നത്. അവരെ കാത്ത് വീടിന് വെളിയില് ആ വീട്ടിലെ കാര്യസ്ഥ എസ്തി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത് എസ്തിയാണ്. ഈ വീട്ടിലെ ഒരു ഇല അനങ്ങണമെങ്കിൽ അത് എസ്തിയോട് ചോദിക്കണം എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നാ ഈ സമയം ദേവി ആ വീട് കണ്ട് ആകെ സ്റ്റണ്ണായിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് അപ്പൊ സേന അച്ഛനോടൊപ്പം പോവാമെന്ന് പറഞ്ഞെന്ന് ദേവിക്ക് മനസ്സിലായി. എസ്തി അവരെ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇതാണ് ഗായത്രി മുത്തശ്ശി.
ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട അതേ ഗായത്രി തന്നെ. സേന മുത്തശ്ശിയെ കണ്ട ഉടനെ തന്നെ അടുത്തേക്ക് ഓടിച്ചെന്നോ കൈയൊക്കെ പിടിച്ച് വണങ്ങുന്നുണ്ട്. ദേവിയാണെങ്കിൽ മുത്തശ്ശിയെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ, എന്ത് പറയണമെന്നറിയാതെ നിൽക്കുക. എന്നാ അവളെ ഞെട്ടിച്ചുകൊണ്ട് മുത്തശ്ശി അവളോട് അത്രയും സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്, ഇതിനു മുൻപ് പരിചയമുള്ളതുപോലെ. എന്തിന് ദേവിയെ കണ്ടതിന് ശേഷം സേനയെ ഒന്നും മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. ഇപ്പോ മുത്തശ്ശി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരോട് രണ്ടുപേരോടും പറയുന്നുണ്ട്. ഈ ഫാമിലിയിലെ ട്രഡീഷൻ അനുസരിച്ച് ഈ സ്വത്തെല്ലാം നോക്കി നടത്തുന്നത് സ്ത്രീകളായിരിക്കും, അതിലെ പുരുഷന്മാർക്ക് യാതൊരു അവകാശവും ഇല്ല. ഇപ്പോ ഈ കമ്പനിയും സ്വത്തെല്ലാം നോക്കി നടത്തുന്നത് ഗായത്രി മുത്തശ്ശിയാണ്. ഇനി മുത്തശ്ശിയുടെ കാലശേഷം ഇതിന്റെ എല്ലാം അവകാശി അത് ദേവിയാണ്. അതിനു വേണ്ടിയാണ് ഡാഡി ഇപ്പോ തന്റെ മക്കളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. അങ്ങനെ ഗായത്രി മുത്തശ്ശി തന്റെ കൊച്ചുമക്കളോടൊപ്പം ഇരുന്ന് അത്താഴം കഴിച്ച് അവരോട് സംസാരിച്ച് അവരോട് ജോലിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് സേന ആ വീട് മുഴുവനും ചുറ്റി നടന്ന് കാണുന്നുണ്ട്. കാരണം അവൻ 7 വയസ്സ് വരെ ഇവിടെ കഴിഞ്ഞതല്ലേ. അന്നുണ്ടായിരുന്ന പല മുറികളും ഇപ്പോ പഴയതുപോലെയല്ല. അപ്പോഴാണ് ഒരു ബോർഡ് നിറയെ കുറെ ഫോട്ടോസ് കാണുന്നത്. അതിലെ ഒരു പ്രത്യേകതരം സിമ്പല് കാണാം. പിന്നെ കുറെ അധികം തലമുറകളിൽപ്പെട്ട സഹോദരങ്ങളെ കാണാം. അതിലെല്ലാം തന്നെ പുരുഷന്മാരുടെ മുഖം മാത്രം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സേനയ്ക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ഏറ്റവും താഴെയായിട്ട് ദേവിയുടെ പേര് മാത്രം കാണാം, അവളുടെ ഫോട്ടോ ഇല്ല. അതിനെ തൊട്ട് തന്നെ സേനയുടെ പഴയ കാലത്തെ ഒരു ഫോട്ടോയുണ്ട്. അവന്റെ ഫോട്ടോയ്ക്കും റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ തന്നെയാണോ എന്നറിയാനായിട്ട് അവൻ ആ ഫോട്ടോയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുന്ന നേരത്താണ് തൊട്ടടുത്തുണ്ടായിരുന്ന റൂമിന്റെ ഡോറില് എന്തോ ഒന്ന് വന്ന് ഇടിക്കുന്നത്. പെട്ടെന്ന് ഞെട്ടിപ്പോയ സേന അതെന്താന്നറിയാനായിട്ട് പതിയെ ചെന്ന് ആ ഡോറ് തുറക്കാൻ നോക്കി. അപ്പോഴേക്കും അവനെ തടയുന്നത് പോലെ എസ്തി അങ്ങോട്ട് ഓടിയെത്തി. നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാൻ അത് ബാത്റൂമാന്ന് കരുതി തുറക്കാൻ നോക്കിയതാ, എന്തോ ശബ്ദം കേട്ടു എന്നൊക്കെ സേന പറയുന്നുണ്ട്. ഇത് കേട്ട എസ്തി എത്രയും പെട്ടെന്ന് തന്നെ ആ ഡോറ് തിരക്കിട്ട് പുറത്തു നിന്ന് ലോക്ക് ചെയ്യും. ഈ മുറി ആരും തുറക്കാൻ പാടില്ല, ഇങ്ങോട്ട് ആരും അലൗഡ് അല്ല എന്ന് പറഞ്ഞ് സേനയെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഇനി ആ മുറിക്കകത്ത് എന്ത് കുട്ടിച്ചാത്തനാണാവോ. മറുവശത്ത് ദേവി വാക്ക്മാനിലെ പാട്ടും കേട്ട് കിടക്കുന്ന നേരത്ത് അവൾക്ക് ആ മ്യൂസിക്കില് മറ്റാരോ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. അവളാകെ കൺഫ്യൂസ് ആയി. ആ ശബ്ദം കേൾക്കുന്നത് മുറിക്ക് പുറത്തു നിന്നാണോ അതോ ഈ ടേപ്പിൽ നിന്നാണോ? ദേവി വീണ്ടും ആ മ്യൂസിക് ഓണാക്കി നോക്കി. അതെ, ആ വാക്ക്മാനിൽ നിന്നാണ് ആ സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. അവൾ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് നോക്കി. ഇപ്പോ ആ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. ഇനി തനിക്ക് തോന്നിയതാണോ എന്ന് ചിന്തിച്ച് അവൾ ആ വാക്ക്മാൻ എടുത്തു വെക്കുന്ന നേരത്താണ് അവൾ ആ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ആ മുറിയിലെ കബോർഡിന് കേർട്ടന് പിന്നിലായിട്ട് എന്തോ ഒരു രൂപം നിൽക്കുന്നുണ്ട്. ആ കബോർഡിനകത്ത് എന്തോ ഒന്നുണ്ട്. അത് ദേവിയുടെ അമ്മയുടെ പ്രേതമാണ്. പെട്ടെന്ന് ആ രൂപം ഒടിഞ്ഞു നുറുങ്ങി ദേവിയുടെ അടുത്തേക്ക് പാഞ്ഞൊരു വരവാണ്. ആ പ്രേതം അവളെ അത്രയും ക്രൂരമായിട്ടാണ് നോക്കുന്നത്. ദേവി ശരിക്കും പേടിച്ചു പോയി തലവഴി പൊതപ്പൊക്കെ ഇട്ട് മൂടി. അത് തന്റെ അമ്മയല്ലേ, ഞാൻ എന്തിനാ പേടിക്കുന്നേ എന്ന് കരുതി അവൾ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. എന്നാ അമ്മയുടെ പ്രേതമാണെങ്കിൽ അവളെ ഭയപ്പെടുത്തി കഴുത്ത് ഞെരിക്കാനാണ് നോക്കിയത്. അത് ദേവിയെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അമ്മ എന്തിനാണ് തന്നെ ഭയപ്പെടുത്തുന്നത്? അവൾക്ക് എത്ര ചിന്തിച്ചിട്ടും അതിനൊരു ഉത്തരവില്ല. അടുത്ത ദിവസം ഗായത്രി മുത്തശ്ശി തന്റെ 2 കൊച്ചുമക്കളെയും കൊണ്ട് അവരുടെ അറവുശാലയിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ 3 തലമുറകളായി അവരുടെ പ്രധാന വരുമാന മാർഗം ഈ മീറ്റ് പ്രോസസിംഗ് ആണ്, ഇറച്ചി കച്ചവടമാണ്. അവർക്ക് സ്വന്തമായി തന്നെ ഒത്തിരി ഫാമുകളുണ്ട്. ഇനി ഇതെല്ലാം നോക്കി നടത്തേണ്ടത് ദേവിയാണ്. അതിനെ സേന നീ അനിയത്തിയെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവർക്ക് അറവുശാല ചുറ്റി നടന്ന് കാണിക്കുന്നുണ്ട്. അവിടെ ഇറച്ചി വെട്ടുന്നതും ബ്ലഡൊക്കെ കണ്ടപ്പോ തന്നെ ദേവി ആകെ ഡിസ്റ്റർബ്ഡായി. അവൾക്ക് തന്റെ അമ്മയെ ഓർമ്മ വന്നു. അമ്മയെ കൊലപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ അവളെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് നിൽക്കാൻ പറ്റാതെ ദേവി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടി വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. മുത്തശ്ശി അവളെ ആശ്വസിപ്പിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. നടന്നതെല്ലാം തന്നെ മറക്കണം, മുന്നോട്ട് ജീവിക്കണം. എന്തായാലും നടന്നതൊന്നും തന്നെ നമ്മളെ മാറ്റാൻ കഴിയില്ലല്ലോ. ഇനി നിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ ബിസിനസ് ആണ്. നിനക്ക് ഇവിടെ നിന്ന് നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം സാധിക്കാൻ കഴിയും. മറുവശത്ത് ഡാഡി തന്റെ മകന് മീറ്റ് വെട്ടുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഈ സമയത്ത് അവൻ അച്ഛനോട് ഇന്നലെ കണ്ട സീക്രട്ട് ഡോറിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. അവൻ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് ആ മുറി അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ മുറിയിലേക്ക് ആരും അലൗഡ് അല്ല എന്നാണ് എസ്തി അവനോട് പറഞ്ഞത്. ഇത് കേട്ട് ഡാഡി ആകെ ഷോക്കായി. നീ ആ മുറി തുറന്നോ? നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഇല്ല, ഞാൻ ആ മുറി തുറന്നില്ല. പക്ഷേ ആ മുറിക്ക് വെളിയിലായിട്ട് കുറെ ഫോട്ടോസ് കണ്ടു.
അല്ല, ആ ഫോട്ടോസിലെ എല്ലാ ആണുങ്ങളുടെ ഫോട്ടോസും മാർക്ക് ചെയ്തിരുന്നു. സേന എങ്ങനെയെങ്കിലും ആ ഫോട്ടോസിനെ കുറിച്ച് ചോദിക്കുന്ന നേരത്താണ് ആ കമ്പനിയുടെ മാനേജർ ജാക്ക അങ്ങോട്ട് വരുന്നത്. ഡാഡി ഈ ജാക്കയെ ഒരു ജോലിക്കാരനായല്ല കാണുന്നത്. ഡാഡിക്ക് ജാക്ക തന്റെ മകനെ പോലെയാണ്. അത് കേട്ടതും സേനയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അത്രയും സ്നേഹം ഡാഡി അവനോട് പോലും കാണിക്കാറില്ല. ഒരല്പസമയം കഴിഞ്ഞ് ഗായത്രി മുത്തശ്ശി ദേവിയെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ മാനേജർ മറ്റേ സ്റ്റാഫിനെയൊക്കെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവർക്ക് എല്ലാവർക്കും അറിയാം ഇനി ഇതെല്ലാം നോക്കി നടത്താൻ പോകുന്നത് ദേവിയാണെന്ന്. ജാക്ക കമ്പനി പ്രൊഫൈലും ഫൈനാൻഷ്യൽ റിപ്പോർട്ട്സും മുഴുവനും ദേവിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കമ്പനി എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, എത്ര നഷ്ടം വന്നു, ലാഭം കിട്ടി, ഇതെല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അയാൾ ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 2017 കമ്പനി മൊത്തത്തിലെ താഴോട്ട് പോയത്. കാരണം ആ സമയം ഫാമിലെ മുഴുവൻ കന്നുകാലികളും അസുഖം ബാധിച്ച് ചത്ത് വീഴാൻ തുടങ്ങി. ദേവി ആ കമ്പനി പ്രൊഫൈല് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. 1935 ഗായത്രി മുത്തശ്ശി ഈ കമ്പനി ഏറ്റെടുത്തത്. അപ്പോ പറഞ്ഞു വന്ന മുത്തശ്ശിക്കിപ്പോ 100 വയസ്സിന് മുകളില് പ്രായം കാണും. മുത്തശ്ശിയെ കണ്ട അത്ര പ്രായം തോന്നൂല, പയറ് പോലെ ഓടി നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോ ജാക്ക വ്യക്തമായിട്ട് ഒരു മറുപടി പറയുന്നില്ല കേട്ടോ. ഇതേ സമയം തന്നെ മറുവശത്ത് ആ ഫാമിലെ മറ്റ് ജോലിക്കാര് എസ്തിയോട് വന്ന് പറയുന്നുണ്ട്, അസുഖം ബാധിച്ച് തീരെ അവശ നിലയിലായിരുന്ന പശുക്കളെല്ലാം തന്നെ ഇപ്പോ വളരെ നോർമലായി. ഇത് കേട്ട എസ്തി അമ്പരപ്പോടെയാണ് ആ സ്റ്റാഫിനെ നോക്കുന്നത്. അന്ന് രാത്രി സേന കുറച്ച് ചായ ഉണ്ടാക്കി കുടിക്കാം എന്ന് കരുതി കിച്ചണിലേക്ക് പോകുമ്പോ തൊട്ടടുത്ത മുറിയിലെ മുത്തശ്ശിയും എസ്തിയും സ്വകാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നത് കേൾക്കും. അവര് സംസാരിക്കുന്നത് നമ്മുടെ ദേവിയെ കുറിച്ചാണ്. അത് കേട്ടപ്പോ സേനയ്ക്ക് എന്തോ ക്യൂരിയസ് ആയി. അവരെന്താണ് ഇത്ര സീക്രട്ട് ആയിട്ട് സംസാരിക്കുന്നതെന്നറിയാൻ അതൊക്കെ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എസ്തി പറയുന്നത് കൊച്ചുമക്കള് വന്നതോടെ ഗായത്രി മുത്തശ്ശിയുടെ ആരോഗ്യം ഇല്ലാതാവാൻ തുടങ്ങി. ഇനി അധികം സമയം കളയാതെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം എന്നൊക്കെയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് മുറിക്ക് പുറത്ത് എന്തോ തട്ടിമറിയുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും ആ സംസാരം അങ്ങോട്ട് നിർത്തി. എസ്തി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കിയെങ്കിലും അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാ നമ്മളെ കാണിക്കുന്നുണ്ട് സേന ആ മുറിക്ക് തൊട്ട് തന്നെ പേടിച്ച് വിറച്ച് മറഞ്ഞിരിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ദേവി ഉറക്കം വരാതെ മുത്തശ്ശിയുടെ ബിസിനസിനെ കുറിച്ചും ആ അറവുശാലയെ കുറിച്ചൊക്കെ ഇന്റർനെറ്റില് തെരഞ്ഞോണ്ടിരിക്കുകയാണ്. അവൾക്ക് ജാക്ക പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളിലും സംശയങ്ങളുണ്ട്. എന്നാൽ ഇന്റർനെറ്റിൽ നിന്ന് ആ കമ്പനിയെ കുറിച്ചോ ആ ഫാമിനെ കുറിച്ചോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈ സമയത്താണ് സേന ഓടിപ്പിടഞ്ഞ മുറിയിലേക്ക് കയറി വരുന്നത്. അത് പെട്ടെന്നായതുകൊണ്ട് തന്നെ ദേവി ആകെ പേടിച്ചു പോയി. നിനക്ക് നോക്ക് ചെയ്തിട്ട് വന്നൂടെ? സേന ഈ നട്ടപ്പാതിരിക്ക് ദേവിയെ കാണാനായിട്ട് വന്നത് മുത്തശ്ശിയും എസ്തിയും സംസാരിച്ച കാര്യങ്ങള് അവളോട് പറയാനാണ്. മുത്തശ്ശിക്ക് തീരെ വയ്യ, ഞാൻ മുത്തശ്ശി സംസാരിക്കുന്നത് കേട്ടതാണ്. എന്നാ അത് കേട്ട് ദേവിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. സേന മുത്തശ്ശിക്ക് ഒരുപാട് പ്രായമായി കഴിഞ്ഞാ അവർക്ക് വയ്യാതാവും. ഇതിലിപ്പോ ഒളിഞ്ഞു നിന്ന് കേൾക്കാനായിട്ട് എന്താ ഉള്ളത്? അതിന് സേന പറയും, ഇത് അതുപോലെയല്ല. മുത്തശ്ശി ഒത്തിരി ദേഷ്യത്തിലാണ് എസ്തിയോട് സംസാരിച്ചത്. പിന്നെ സ്വത്ത് കൈമാറുന്നതിനെ കുറിച്ചും അവര് വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിച്ചത്. സേനയുടെ ഈ സംസാരം കേട്ട് ദേവിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. പ്രായമായവര് അവരുടെ സ്വത്തും സമ്പാദ്യമൊക്കെ മറ്റൊരാൾക്ക് കൈമാറും. അതിലിപ്പോ എന്ത് പന്തികേടാ നീ പറയുന്നേ? സേന, നീ എന്റെ മുറിന്ന് പുറത്തേക്ക് ഇറങ്ങ്. ദേവി അവനെ ചീത്ത പറഞ്ഞ് മുറിന്ന് ഓടിച്ചു വിടുകയാണ്. സേന അങ്ങനെ ഒന്ന് സ്മോക്ക് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോ വീടിന് വെളിയില് ജാക്കയും അവന്റെ ഡാഡിയും സ്വകാര്യമായിട്ട് എന്തോ കൈമാറുന്നുണ്ട്. ജാക്ക എന്തോ ചെടിയോ ഇലയോ അങ്ങനെ എന്തോ ആണ് ഡാഡിയെ ഏൽപ്പിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ദേവി ചായ കുടിക്കാനായിട്ട് കിച്ചണിലേക്ക് ചെല്ലുമ്പോ അവൾക്ക് ചുറ്റും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ നനഞ്ഞ കാലുമായിട്ട് നടക്കുന്നത് പോലെ. അവൾ ആ ശബ്ദങ്ങൾ കേട്ട് പേടിച്ചു വരച്ച് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ അവിടെ ദേവിയുടെ അമ്മ നനഞ്ഞു കുതിർന്ന് ഇടനാഴിയിൽ നിൽക്കുക. അവളെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ദേവി ആദ്യം പേടിച്ചെങ്കിലും ഇല്ല, ഇതൊന്നും സത്യമല്ല, തന്റെ തോന്നലാണെന്നും പറഞ്ഞ് അവള് പിന്നിലേക്ക് തിരിഞ്ഞു നടന്നു. അപ്പോഴും ആ നനഞ്ഞ കാലൊച്ച, ആ ഫുഡ് സ്റ്റെപ്സിന്റെ ശബ്ദം ദേവിയുടെ പിന്നാലെ തന്നെ ഉണ്ട്. പേടിച്ച് അവള് തിരിഞ്ഞു നോക്കി. അത് അമ്മയായിരുന്നില്ല, എസ്തി ആയിരുന്നു. ആ സ്ത്രീ അവളോട് ചോദിക്കുന്നുണ്ട്, ഈ നേരത്ത് നീ ഇവിടെ എന്ത് ചെയ്യാ? ഞാനൊരു ചായ ഉണ്ടാക്കി കുടിക്കാനായിട്ട് എണീറ്റതാ. അത് കേട്ടതോടെ എസ്തിയുടെ മുഖഭാവം മാറി. നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ, ഇവിടെ നീയായിട്ട് ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഉടനെ തന്നെ ദേവി ആ സ്ത്രീയോട് മുത്തശ്ശിയെ കുറിച്ച് ചോദിക്കും. അല്ല, 1935 മുത്തശ്ശി ആ കമ്പനി തുടങ്ങിയത്. അപ്പോ മുത്തശ്ശിക്ക് ഇപ്പോ
ഏകദേശം 100 വയസ്സിൽ കൂടുതൽ പ്രായം കാണും. മുത്തശ്ശിക്ക് അത്രയും പ്രായമുണ്ടോ? ഉടനെ തന്നെ ആ സ്ത്രീ ചോദിക്കും, നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാരാ? എന്നോട് പറഞ്ഞത് ജാക്കിയാണ്. ഞാൻ ഈ കമ്പനി പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. ഇത് കേട്ട് നിന്നിരുന്ന എസ്തി അവളെ വാൺ ചെയ്യുന്നുണ്ട്. പുറത്തു നിന്നുള്ള ആരെന്ത് പറഞ്ഞാലും അതൊന്നും കാണാനും കേൾക്കാനും നിൽക്കരുത്. കാരണം അവർ ഈ ഇല്ലാത്ത കഥകളൊക്കെ പറയുന്നത് അസൂയ, കുശുമ്പോ ഇതുകൊണ്ടൊക്കെ മാത്രമാണ്. നമ്മുടെ ഈ സമ്പത്തും വളർച്ചയൊക്കെ കണ്ടിട്ടാണ്. ഇനി നിനക്ക് ഈ കുടുംബത്തെ കുറിച്ചോ ബിസിനസിനെ കുറിച്ചോ എന്തെങ്കിലും അറിയണമെങ്കിൽ നീ നിന്റെ മുത്തശ്ശിയോട് ചോദിച്ചാൽ മതി. അതല്ലേ നല്ലത്. പിറ്റേന്ന് രാവിലെ എസ്തിയും മുത്തശ്ശിയും കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. ഇപ്പോ എസ്തി പറയും, എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേണം. നമ്മൾ ഇതിനു വേണ്ടി കഴിഞ്ഞ 20 വർഷം കാത്തിരുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് മുത്തശ്ശി ആ സ്ത്രീയോട് പറയുന്നുണ്ട്, എല്ലാം ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു 2 ദിവസം സമയം വേണം. നീ ദേവിക്ക് കുറച്ച് സാവകാശം കൊടുക്ക്. അടുത്ത സീനില് സേന ജാക്കിയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അവന് ജാക്കിയെ അത്ര ഇഷ്ടമല്ല. കാരണം ഡാഡിയുടെ കൂടെ എപ്പോഴും കാണും. തന്നെ ആരും ഇവിടെ ബഹുമാനിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്ന ഒരു ദേഷ്യം സേനയുടെ ഉള്ളിലുണ്ട്. അല്ല, നിങ്ങളിവിടെ എത്ര നാളായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? അതിന് ജാക്ക പറയും 5 വർഷം. ഇന്നലെ രാത്രി ജാക്ക ഡാഡിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിരുന്നില്ലേ? അതെന്തിനാന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും പുള്ളി അവനോട് വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല. ആകെ ദേഷ്യം വന്ന സേനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോയി. ഈ സമയം മറ്റൊരു സ്റ്റാഫ് അങ്ങോട്ട് വന്ന് ജാക്കിയോട് പറയും, അറിഞ്ഞില്ലേ, ഇന്ന് നമുക്ക് എല്ലാവർക്കും ഓഫാണ്. ഗായത്രി മേഡത്തിന്റെ കൊച്ചുമക്കള് വന്നതിനെ തുടർന്ന് വീട്ടിൽ എന്തൊക്കെയോ ആഘോഷങ്ങളുണ്ട്. ഇത് കേട്ട് ആകെ അപ്സെറ്റായ ജാക്ക പെട്ടെന്ന് തന്നെ ദേവിയുടെ ഡാഡിയെ ഫോൺ ചെയ്യുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞ് ഫാമിലെത്തിയ ഡാഡി തന്റെ കാറിന്റെ ചാവി അത് മകനെ ഏൽപ്പിച്ചു. അവനോട് നാളെ തന്നെ ഫാമിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോവാനായിട്ട് പറയുന്നുണ്ട്. അന്ന് രാത്രി ഗായത്രി മുത്തശ്ശി തന്റെ കൊച്ചുമക്കളോടൊപ്പം ഇരുന്ന് അത്താഴം കഴിക്കുന്നു. ഈ സമയത്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ദേവിക്ക് താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റിനുള്ളിൽ നിന്ന് ഒരു ഇല കിട്ടുന്നത്. അതവള് കഴിക്കുന്നില്ല, എടുത്ത് കളയുന്നുണ്ട്. ഒരല്പസമയം കഴിഞ്ഞ് അവള് ബ്രഷ് ചെയ്യുന്ന നേരത്ത് ഫുഡിൽ നിന്ന് കിട്ടിയ ആ ഇലയെ കുറിച്ച് തന്നെ ചിന്തിച്ചു നിൽക്കുക. അത് ദേവിയുടെ അമ്മ എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുള്ള ചെടിയുടെ ഇലയാണ്. ഈ സമയത്ത് നമുക്ക് കണ്ണാടിയിലെ ഒരു കറുത്ത രൂപത്തെ കാണാം. അതൊരു സ്ത്രീയാണ്. ദേവിക്ക് തന്നെ ആരോ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോലെ ഫീൽ ചെയ്തിരുന്നു. അവൾ ആ രൂപത്തെ കണ്ടിട്ടില്ല. എന്തോ പന്തികേട് തോന്നി അവള് തിരിഞ്ഞു നോക്കി. അത് എസ്തിയാണ്. ആ വീട്ടിൽ എവിടെ നോക്കിയാലും ആ സ്ത്രീയെ കാണാം. എന്താ, ഞാൻ നിന്നെ പേടിപ്പിച്ചോ? സോറി, മുത്തശ്ശിക്ക് നിന്നെ ഒന്ന് കാണണം. നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. ദേവി അങ്ങനെ മുത്തശ്ശിയെ കാണാനായിട്ട് മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശി ദേവിയുടെ അമ്മയെക്കുറിച്ചും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ആ വാക്ക്മാൻ അമ്മയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് മുത്തശ്ശിയാണ്. അങ്ങനെ മുത്തശ്ശിയും കൊച്ചുമോളും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ പ്ലേ ചെയ്ത് ഡാൻസ് കളിക്കുന്നു. രണ്ടുപേരും ഒത്തിരി സന്തോഷത്തിലാണ്. അതേസമയം തന്നെ മറുവശത്ത് ഡാഡി എസ്തിയോട് അവരുടെ ബിഗ് പ്ലാനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിനാ സ്ത്രീ വല്ലാത്ത രീതിയിൽ ചിരിച്ചിട്ടാണ് മറുപടി പറയുന്നത്. എന്റെ കടമ എന്റെ മാസ്റ്ററെ അനുസരിക്കുക എന്നത് മാത്രമാണ്. അതിന് ഡാഡി ചോദിക്കും, ഒരു പക്ഷേ നിങ്ങളുടെ പ്ലാൻ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ഇത് കേട്ട എസ്തി ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറയും, ഇതുവരെ ജയിച്ചത് അങ്കും അത് നിങ്ങളാണ്. എന്നാ ഇനി അതിന് കഴിയില്ല. ഞാനാണ് ഇനി വിൻ ചെയ്യാൻ പോണത്. ഒരു വശത്ത് ഡാഡി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, മറ്റൊരു വശത്ത് മുത്തശ്ശിയും എസ്തിയും മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ വീടിനുള്ളില് എന്തോ ശബ്ദം കേട്ട് സേന ആ വീട് മുഴുവനും ആരെയോ തെരയുന്നുണ്ട്. അപ്പോഴാണ് ഹുഡി ധരിച്ച ഒരാള് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നത്. അവൻ പിന്നാലെ തന്നെ ഓടി ചെല്ലുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. സേനയ്ക്ക് അതാരാന്ന് കാണാനായിട്ട് കഴിഞ്ഞില്ല. സേന നേരെ ഡാഡിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വീട്ടിലെ കള്ളം കയറി ആരോ പുറത്തേക്ക് ഓടി എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളൊക്കെ വെക്കുന്നുണ്ട്. ഡാഡി അത് കേട്ട ഭാവമില്ല. നീ ചെന്ന് കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാത്തതുപോലെ അയാൾ അവിടെ നിന്ന് നടന്നുപോയി. ഇതേ സമയം തന്നെ കൊച്ചുമോളും മുത്തശ്ശിയും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തശ്ശി പെട്ടെന്ന് താഴേക്ക് തളർന്നു വീണു. അങ്ങനെ മുറിയിലേക്ക് വന്ന എസ്തി മുത്തശ്ശി താഴെ വീണ് കിടക്കുന്നത് കണ്ട് ദേവിയെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് തീരെ വയ്യാത്തതാണ്, ദേഹം അധികം അനങ്ങാൻ പാടില്ല. ഇത് കേട്ടതോടെ ദേവി ആ സ്ത്രീയോട് മാപ്പ് പറയുന്നുണ്ട്. മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഒരല്പസമയം കഴിഞ്ഞ് ഡാഡി ജാക്കിക്ക് ഒരു പ്രത്യേകതരം സിമ്പലുള്ള ഒരു ബോക്സ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. തന്റെ മക്കള് വന്നതിന് ശേഷം ഫാമിലെ കന്നുകാലികളുടെ അസുഖങ്ങളൊക്കെ മാറി. തന്റെ അമ്മയുടെ ആരോഗ്യം ഇല്ലാതാവാൻ തുടങ്ങി. ആ സാത്താന്റെ അടുത്ത ലക്ഷ്യം തന്റെ മകളാണ്, ദേവിയാണ്. നമുക്കിത് തടഞ്ഞേ പറ്റൂ.
നാളെ തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ സേനയോട് പറയണം. വീട്ടിലെത്തിയ ഡാഡി ആ ബോക്സ് തുറക്കുന്നുണ്ട്. ആ ബോക്സിനകത്ത് ഒരു മാന്ത്രിക കത്തി ഉണ്ടായിരുന്നു. അയാള് തന്റെ വൈഫിന്റെയും മക്കളുടെയും ഫോട്ടോ നോക്കി കരയുന്നുണ്ട്. ഡാഡി 20 വർഷങ്ങൾക്ക് മുൻപ് തന്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാനാണ് അയാള് തന്റെ കുടുംബത്തെ ഉപേക്ഷിച്ചത്. ഗായത്രി മുത്തശ്ശി തന്റെ കുടുംബത്തെ കണ്ടെത്താതിരിക്കാൻ ഡാഡി പരമാവധി ശ്രമിച്ചു. പക്ഷേ വൈഫിന്റെ മരണം അയാളുടെ പ്രതീക്ഷകളെല്ലാം തകർത്തു. ഗായത്രി മുത്തശ്ശിയുടെ ഫാമിലിയിലെ പാരമ്പര്യമായി സ്വത്ത് മാത്രമല്ല മറ്റൊരു സ്ത്രീയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഒരു സാത്താനെയാണ്. ആ സാത്താന്റെ അടുത്ത ലക്ഷ്യം അത് ദേവിയാണ്. ഡാഡി മനസ്സിൽ എന്തോ ഉറപ്പിച്ചതുപോലെ ആ മാന്ത്രിക കത്തിയുമായി അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശി നല്ല ഉറക്കത്തിലാണ്. ഡാഡി ആ മുറിയിലേക്ക് വന്നത് പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. എനിക്കിതല്ലാതെ വേറെ വഴിയില്ല, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് ഡാഡി അമ്മയെ ആ കത്തി വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോ ആ ഇരുട്ടില് മറഞ്ഞു നിന്നിരുന്ന എസ്തി ഒരു കത്രിക വെച്ച് അയാളുടെ കഴുത്തിലേക്ക് കുത്തി. ഈ ഒരു കാഴ്ച കണ്ടാണ് ഗായത്രി മുത്തശ്ശി കണ്ണു തുറക്കുന്നത്. എന്നാൽ തന്റെ മകൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞിട്ടും വീട്ടിലെ ജോലിക്കാരി മകനെ കൊന്നു എന്നറിഞ്ഞിട്ടും ആ സ്ത്രീക്ക് യാതൊരു കുലുക്കുമില്ല. എസ്തി ഡാഡിയുടെ ഡെഡ് ബോഡി അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോകുന്നത് മുത്തശ്ശി കണ്ടുകൊണ്ടിരുന്നു. കാരണം അത് മുത്തശ്ശിയല്ലല്ലോ, സാത്താനല്ലേ. പിറ്റേന്ന് രാവിലെ ജാക്ക ഡാഡിയെ കാണാനായിട്ട് ഫാമിലേക്ക് ചെല്ലുമ്പോ കാണുന്നത് ഡാഡിയെ ആരോ കൊലപ്പെടുത്തി അവിടെ ഫാമിനകത്ത് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതാണ്. ഈ ഒരു കാര്യം ജാക്കയെ കൊണ്ട് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി കൂടി താൻ സംസാരിച്ചതാണ്. അപ്പോഴേക്കും മറ്റ് സ്റ്റാഫൊക്കെ അങ്ങോട്ടെത്തി ഈ ഒരു കാഴ്ച കണ്ട് ജാക്കയെ വളയുന്നുണ്ട്. ജാക്കിയാണ് ഇവിടെ 24 മണിക്കൂറും ജോലി ചെയ്യുന്നത്. അപ്പോ നീ തന്നെയാണ് ഇത് ചെയ്തേന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് ജാക്കിയെ കുറ്റക്കാരനാക്കി. അവൻ പിന്നെ തർക്കിക്കാനോ കഥ പറയാനോ നിന്നില്ല. തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാ ഈ ഒരു കാഴ്ച കണ്ട് അങ്ങോട്ട് വന്ന ദേവിയും സേനയും ആകെ തകർന്നുപോയി. അമ്മ മരണപ്പെട്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അച്ഛനും കൊല്ലപ്പെട്ടു. സേനയ്ക്കിത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ നിലവിളിച്ച് കരയുന്നുണ്ട്. അങ്ങനെ മരണാനന്തര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് സേന തന്റെ സഹോദരിയോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഒട്ടും സമയം കളയാനില്ല. അതിന് ദേവി ചോദിക്കും, എന്തിന് നമ്മൾ പോണം? ഇങ്ങോട്ട് വരാൻ വാശി പിടിച്ചത് അത് നീയാണ് സേന, ഇപ്പോ നീ തന്നെ തിരിച്ചു പോണെന്ന് പറയുന്നു. സേന എന്തൊക്കെ പറഞ്ഞിട്ടും ദേവി അതൊന്നും തന്നെ കേൾക്കുന്നില്ല. അവര് രണ്ടുപേരും പരസ്പരം കുറ്റപ്പെടുത്തി തർക്കിക്കാൻ തുടങ്ങി. അമ്മ മരിച്ചപ്പോ പോലും സേനയെ ഇത്രയേറെ സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. നമ്മുടെ അമ്മ കാരണമാണ് ഡാഡി നമ്മളെ ഉപേക്ഷിച്ചത്. സേന പരമാവധി അവരുടെ അമ്മയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ദേവിക്കാണെങ്കിൽ അതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ കഴിഞ്ഞില്ല. അമ്മയ്ക്ക് ഭ്രാന്തില്ല. അച്ഛൻ അമ്മയെ വിട്ടിട്ട് പോയതിനു ശേഷമാണ് അമ്മ ആ ഒരു അവസ്ഥയിലായത്. അതിന് കാരണം ഡാഡിയാണ് എന്നൊക്കെ പറഞ്ഞ് ദേവി അവനോട് ചൂടായി. സേന തന്റെ 7 വയസ്സ് വരെ ഒരു രാജകുമാരനെ പോലെയാണ് ഈ വീട്ടിൽ കഴിഞ്ഞത്. എന്നാൽ ആ ഒരു ലൈഫ് ഇല്ലാതാക്കിയത് അമ്മയാണെന്ന് പറഞ്ഞ് സേനയ്ക്ക് അമ്മയോട് ആ ഒരു അകൽച്ചയുണ്ടായിരുന്നു. ആ തർക്കത്തിനൊടുവില് കൺട്രോൾ നഷ്ടപ്പെട്ട സേന ദേവിയെ തല്ലുന്നുണ്ട്. നീ ഏത് നരകത്തിലേക്കെങ്കിലും പോ എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അവര് രണ്ടുപേരും പേരൻസിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെ വഴക്കിടുന്നത് എസ്തി മുകളിൽ നിന്ന് അതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവരത് കണ്ട് രസിക്കുന്നുണ്ടായിരുന്നു. എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്നത് പോലെ ആ സ്ത്രീ സേനയോട് ഒരു കള്ളം പറയുന്നുണ്ട്. നിന്റെ അച്ഛനെ കൊന്നത് അത് ജാക്കിയാണ്. ആ സ്ത്രീ തന്നെ ഡാഡിയെ കൊന്നിട്ട് അങ്ങനൊരു കള്ളം പറഞ്ഞ് അവര് താഴേക്ക് ഇറങ്ങിപ്പോയി. ആ കറക്റ്റ് സമയത്താണ് അവന് ജാക്കയുടെ ഒരു മെസ്സേജ് വരുന്നത്, ഫാമിലേക്ക് വരാൻ പറഞ്ഞ്. അന്ന് മരിക്കുന്നതിന് മുൻപ് ഡാഡി സത്യങ്ങളെല്ലാം സേനയോട് പറയണം എന്ന് ജാക്കിയോട് പറഞ്ഞിരുന്നു. മറുവശത്ത് ദേവി ആകെ സങ്കടപ്പെട്ട് തനിച്ചിരുന്ന് കരയാണ്. അപ്പോ അവൾക്ക് താൻ ആ മുറിയിലെ തനിച്ചല്ല എന്ന് തോന്നി. ദേവിക്ക് തന്റെ അമ്മയുടെ ശബ്ദം കേൾക്കാം. അവള് പേടിച്ച് പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ അമ്മയുടെ പ്രേതം അവിടെ സോഫയിൽ ഇരിക്കുന്നുണ്ട്. ഓരോ തവണയും അമ്മയുടെ പ്രേതം അവളെ പേടിപ്പിക്കും അല്ലെങ്കിൽ ആക്രമിക്കും. എന്നാൽ ഇത്തവണ അവളോട് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. ഇത് കണ്ട ദേവി അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് മാപ്പ് പറഞ്ഞ് കരയാൻ തുടങ്ങി. എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അമ്മയെ സഹായിക്കാൻ കഴിഞ്ഞില്ല, എന്നോട് പൊറുക്ക്. അമ്മ അവളെ സമാധാനപ്പെടുത്തി. നീ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, എനിക്ക് ആവശ്യമുള്ള എല്ലാ സമയത്തും. ഇപ്പോ ഞാൻ നിന്റെ കൂടെ തന്നെ ഇല്ലേ? പക്ഷേ ഈ അമ്മ പറയുന്നത് മോൾ അനുസരിക്കോ? ഇത് കേട്ട് ദേവി പറയും, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, എന്ത് വേണമെങ്കിലും അനുസരിക്കാം, പക്ഷേ ഇനി എന്നെ തനിച്ചാക്കി പോവല്ലേ. ദേവി അമ്മയുടെ മടിയിൽ കിടന്ന് കരയുന്ന നേരത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് അത് ദേവിയുടെ അമ്മയല്ല, അതൊരു സാത്താനാണ്. ഇതേ സമയം തന്നെ ജാക്കിയെ കാണാനായിട്ട് ഫാമിലെത്തിയ സേന അവനോട് സംസാരിക്കാനായിരുന്നില്ല അങ്ങോട്ട് വന്നത്, ജാക്കിയെ കൊല്ലാനായിരുന്നു. അയാൾ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ സേന അയാളെ കത്തികൊണ്ട്
ആക്രമിക്കാൻ തുടങ്ങി. ഇവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ജാക്ക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സേന അയാളെ പിടികൂടി അറഞ്ചം പുറഞ്ചം തല്ലുന്നുണ്ട്. ആ മരണ വെപ്രാളത്തിലും ജാക്ക അവനോട് പറയും, നീ പോയി കാറിന്റെ ഡിക്കി തുറന്നു നോക്ക്. പിന്നീട് എന്തെങ്കിലും പറയുന്നതിനു മുന്നേ ജാക്ക അയാള് മരണപ്പെട്ടു. മറുവശത്ത് ദേവി മുത്തശ്ശിയോട് തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് കരയാണ്. അവള് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണുന്നു. തനിക്ക് വട്ട് പിടിക്കുന്നത് പോലെ. ഇതൊക്കെ സത്യമാണോ അതോ തന്റെ തോന്നലാണോ എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. മുത്തശ്ശി അവളെ സമാധാനപ്പെടുത്തി. നിന്റെ കൂട്ടിന് ഇപ്പൊ ഞാനില്ലേന്ന് പറഞ്ഞ്. ഇതേ സമയം ജാക്ക പറഞ്ഞതുപോലെ സേന കാറിന്റെ ട്രങ്ക് തുറന്നു നോക്കി. അതിനകത്ത് പ്രത്യേകതരം സിമ്പലുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അതൊരു സാത്താനെ കുറിച്ചുള്ള ബുക്കാണ്. അതുകണ്ട് സേന ആകെ ഷോക്കായി. മാത്രമല്ല ആ ബുക്കിലെ എസ്തി എന്ന സ്ത്രീയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. എസ്തി വെറും ഒരു വീട്ടുജോലിക്കാരിയല്ല, ആ സാത്താനെ ആരാധിക്കുന്ന മന്ത്രവാദിനിയാണ്. എസ്തിയാണ് തലമുറകളായിട്ട് ആ സാത്താന് വേണ്ട റിച്വൽസ് എല്ലാം തന്നെ ചെയ്യുന്നത്. ഇതേ സമയം തന്നെ മുത്തശ്ശി എന്തൊക്കെയോ പറഞ്ഞ് ദേവിയെ സമാധാനപ്പെടുത്തി. നിനക്ക് നിന്റെ അമ്മയെ കാണണോ? എന്നും കണ്ടോണ്ടിരിക്കണോ? എന്നാ മുത്തശ്ശി പറയുന്നത് നീ അനുസരിക്കോ? അതിനൊരു വഴിയുണ്ട്. അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം കേട്ടിരുന്ന ദേവി ഒട്ടും തന്നെ മടിയില്ലാതെ താൻ അതിന് തയ്യാറാണെന്ന് പറയും. ദേവി അവളിപ്പോ ഏതൊരു മായാ ലോകത്താണ്. തന്റെ അമ്മയെ തിരിച്ചു കിട്ടാൻ താൻ എന്തും ചെയ്യും എന്നൊരവസ്ഥയിലാണ് ദേവി. അവൾ അത്രയും അമ്മയെ സ്നേഹിച്ചിരുന്നു. ഒരു മനുഷ്യൻ തന്റെ ഉള്ളം കൈ മുറിച്ചാണ് ആ സാത്താനുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കുന്നത്. ശേഷം ആ തലമുറയിലെ സ്ത്രീകളെ സാത്താൻ തെരഞ്ഞെടുക്കും. ഒപ്പം തന്നെ അതേ തലമുറയിലെ പുരുഷന്മാരെ ബലി കൊടുക്കും. അപ്പോ ഉറപ്പായും സേനയെ കൊല്ലും. തന്റെ മക്കളെ രക്ഷിക്കാനാണ് ഡാഡി സ്വന്തം അമ്മയെ ഇല്ലാതാക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോ ഡാഡിയെ കൊന്നത് ജാക്കിയല്ല, അത് മുത്തശ്ശിയാണെന്ന് അവന് മനസ്സിലായി. ഇതേ സമയം തന്നെ മറുവശത്ത് മുത്തശ്ശി തന്റെ ഉള്ളം കൈ മുറിച്ച് അതേപോലെ തന്നെ ദേവിയോടും തന്റെ കൈ മുറിക്കാനായിട്ട് പറയുന്നുണ്ട്. അവൾ ഒട്ടും തന്നെ മടിയില്ലാതെ തന്റെ ഉള്ളം കൈ മുറിച്ച് രണ്ടുപേരും കൈ ചേർത്ത് പിടിക്കുന്നുണ്ട്. അതായത് ദേവി ആ സാത്താനെ തന്നിലേക്ക് സ്വീകരിക്കുന്നു എന്നതിനുള്ള സമ്മതമാണ് ഈ റിച്വൽ. അത് ദേവിക്ക് അറിയില്ല കേട്ടോ. അവള് തന്റെ അമ്മയെ എന്നും കണ്ടോണ്ടിരിക്കാം എന്ന സന്തോഷത്തിലാണ്. അങ്ങനെയാണ് മുത്തശ്ശി അവളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നത്. ഒരല്പസമയം കഴിഞ്ഞ് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് സേന ആ വീട്ടിലേക്ക് ഓടിയെത്തി. ദേവിയെ രക്ഷപ്പെടുത്താൻ അവനാകെ വെപ്രാളപ്പെട്ട് ആ വീട് മുഴുവനും സഹോദരിയെ തെരഞ്ഞു നോക്കുമ്പോ ദേവി മുത്തശ്ശിയുടെ മുറിയിലെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. മുറിയിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചിട്ടിരിക്കുന്നു. പച്ചമാംസം, പുഴുക്കള്, അങ്ങനെ എന്തൊക്കെയോ ദേവിക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ആ വീട്ടിലാണെങ്കില് മറ്റാരെയും കാണാനുമില്ല. ഇതൊക്കെ കണ്ട് ആകെ പേടിച്ചു പോയ സേന പെട്ടെന്ന് തന്നെ ദേവിയെ എടുത്ത് വീടിന് പുറത്തേക്ക് ഇറങ്ങി. എന്നാ കാർ എടുത്ത് രക്ഷപ്പെടാൻ നോക്കുമ്പോ സേനയുടെ കയ്യിലുണ്ടായിരുന്ന കാറിന്റെ ചാവി അത് വീടിനകത്ത് എവിടെയോ കളഞ്ഞുപോയി. അവൻ കാറിന്റെ ചാവി എടുക്കാനായിട്ട് തിരിഞ്ഞ് ഓടാൻ തുടങ്ങുമ്പോഴാണ് പിന്നിലെ മറഞ്ഞു നിന്നിരുന്ന എസ്തി ഒരു പാറക്കല്ലെടുത്ത് അവന്റെ തലയ്ക്ക് ഒരു ഒറ്റ അടിയാണ്. സേനയുടെ ബോധം നഷ്ടപ്പെട്ടു. അടുത്ത സീനില് ദേവിയും സേനയും കണ്ണു തുറക്കുമ്പോ കാണുന്നത് അവരെ രണ്ടുപേരെയും രണ്ട് കസേരകളില് കെട്ടിയിട്ടിരിക്കുന്നു. എസ്തിയും കുറെ ആളുകളും എന്തൊക്കെയോ റിച്വൽസ് ഒക്കെ ചെയ്യുന്നതാണ് അവർ കാണുന്നത്. നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും. നീ എത്രയും പെട്ടെന്ന് നിന്റെ അമ്മയെ കാണുമെന്ന് പറഞ്ഞ് എസ്തി ഒരു കത്തിയെടുത്ത് ദേവിയുടെ കൺമുന്നിൽ വെച്ച് തന്നെ സേനയുടെ കഴുത്തറുത്തു. എന്നിട്ട് ആ ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് ദേവി അലറിക്കരയുന്നുണ്ട്. എന്നിരുന്നാലും എസ്തി ദേവിയെ നിർബന്ധിച്ച് ആ ബ്ലഡ് കുടിപ്പിക്കുന്നുണ്ട്. തനിക്ക് എന്താണ് സംഭവിക്കുന്നത്, തനിക്ക് ചുറ്റും എന്താണ് ഈ നടക്കുന്നത്, അവൾക്ക് യാതൊരു പിടുത്തവുമില്ല. ദേവി ഇപ്പോ ആ ഒരു അവസ്ഥയിലാണ്. ഈ ഒരു ക്രൂരമായ കാഴ്ചകളെല്ലാം തന്നെ ഗായത്രി മുത്തശ്ശി ചിരിച്ചുകൊണ്ട് കണ്ടോണ്ട് നിൽക്കുകയാണ്. എസ്തി വലിയൊരു വൃത്തത്തിനകത്ത് മുത്തശ്ശിയെ പിടിച്ചു നിർത്തി ആ സാത്താനോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ദേവിക്ക് അത് മുത്തശ്ശിയായല്ല കാണുന്നത്, തന്റെ അമ്മയുടെ രൂപത്തിലാണ്. അമ്മ ചിരിച്ചുകൊണ്ട് പതിയെ പതിയെ ദേവിയുടെ അടുത്തേക്ക് നടന്നു. എന്നാൽ പതിയെ പതിയെ അമ്മയുടെ രൂപം മാറാൻ തുടങ്ങി. അതാ സാത്താനായിരുന്നു, ഹീറസ്. അത് കണ്ട് എന്റെ അമ്മ എവിടെ എന്ന് പറഞ്ഞ് ദേവി അലറിക്കരയുന്നുണ്ട്. അതേ നിമിഷം തന്നെ ആ സാത്താൻ ദേവിയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണിച്ചാണ് ടെമറൂൺ എന്ന ഈ ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.